PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനിടെ ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സിജോ ബി ജോൺ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സിജോ, അവിടെ സംഘർഷം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇടപെടൽ എങ്ങനെയാണ്? ഈ പ്രതിഷേധം തുടരാനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. കാരണം ചെയർമാന്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയിരുന്നത്. രാജിയില്ലാതെ പിന്നോട്ടില്ല എന്ന നിലപാടാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഏകദേശം ഒരു 15-20 മിനിറ്റോളം പോലീസ് വെയിറ്റ് ചെയ്തു. പിന്നീട് ഈ ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ച് ഈ മെയിൻ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിപ്പോൾ വിവിധ ആളുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് പ്രവർത്തകർക്ക് അകത്തോട്ട് കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പോൾ വീണ്ടും പോലീസുമായിട്ട് വാക്കേറ്റവും സംഘർഷം ഉണ്ടാകുകയാണ്. കാരണം പ്രവർത്തകരെ വലിച്ചിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ അത് തടയുകയാണ്. ഉന്തും തള്ളും ഉണ്ടാകുന്നു, പ്രവർത്തകർ തമ്മിൽ ഉന്തുന്നുണ്ടാകുന്നു. യാതൊരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് എടുത്തു നിൽക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് വലിച്ചിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിനെതിരെ പാഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പം മുഴുവൻ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതാനും പ്രവർത്തകരെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിരുന്നു. പക്ഷേ ഒരു 10ഓളം പ്രവർത്തകർ വീണ്ടും നിലത്ത് കുത്തിയിരുന്നു കൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ പോലീസ് സമ്മതിച്ചില്ല. പ്രവർത്തകരെ നിങ്ങൾ പിരിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന കടുത്ത നിലപാടിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. വാഹനത്തിനുള്ളിൽ കയറിയും അവർ പ്രതിഷേധം തുടരുകയും ചെയ്യുകയാണ്. ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല, ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഇതിന്റെ ചെയർമാന്റെ രാജി വരുന്നതോടം വരെ, ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നത് വരെ, ഇത് തട്ടിപ്പ് നടത്തിയിട്ടുള്ള, ക്രമക്കേട് നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് സമയം വരെ പ്രതിഷേധം തുടരാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ പ്രതിഷേധം തുടർന്നാൽ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കാരണം പ്രധാന ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടാണ് സമരം ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബാരിക്കേഡൊക്കെ ഉപയോഗിച്ച് ഇത് തടയുന്നു. അത് അകത്തോട്ട് കയറാതെ തടയുകയായിരുന്നു. പക്ഷേ അത് കുറേ സമയം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിൽ വീണ്ടും പ്രതിഷേധം തുടരുകയാണ്. ഈ പോലീസിന്റെ ബസ്സിന് മുന്നിൽ കയറി ഇരുന്നുകൊണ്ടാണ്, തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം. പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ അനുവദിക്കില്ല. അതിൽ ചെയർമാന്റെ രാജി വരുന്നവരെ പ്രതിഷേധം തുടരും എന്നുള്ളൊരു ആവശ്യം, ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏതാനും ആളുകളെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുന്നതിനിടെ ബാക്കിയുള്ള പ്രവർത്തകർ, അകത്ത് കയറ്റാത്ത പ്രവർത്തകർ ഈ വാഹനത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. എന്തായാലും പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ 3-4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നെങ്കിലും ലാത്തി ചാർജോ മറ്റു കാര്യങ്ങളിലേക്കും പോയില്ല. ഇടയ്ക്ക് പോലീസുമായി വാക്കേറ്റം ഉണ്ടായിരുന്ന സമയത്തും പോലീസ് പരമാവധി സംയമനം പാലിക്കുക സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് നീക്കുക, മറ്റുള്ള ആളുകളെ ഒന്നെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അവരോട് പിടിച്ചു വിടാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 20ഓളം പ്രവർത്തകരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പോലീസ് ജീപ്പിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. അത് ഒരു കാരണവശാലും ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. സമരം തുടരാൻ വേണ്ടിയിട്ടാണ് തീരുമാനം എന്നുള്ളതാണ്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കടക്കുക. സ്വാഭാവികമായും ഈ വാഹനം ഇവിടുന്ന് കൊണ്ടുപോയാൽ ഇനിയും ഇവിടെയുള്ള പ്രവർത്തകർ ഈ പ്രതിഷേധം തുടരുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രധാന ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമായതിനാൽ ആണ് പോലീസിന് അധിക നേരം ഇത് ഇവിടെ തുടരാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് സ്വീകരിക്കുന്നത്. കാരണം ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. നിരവധി ആളുകൾ ഇവിടെ വരുന്നു. അവർക്ക് അകത്ത് കയറുന്നതിനൊക്കെ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്.
അതുകൊണ്ട് അധികം നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വാഹനം ചെറിയ രീതിയിൽ മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി ഈ തടഞ്ഞിരിക്കുന്ന പ്രവർത്തകരെ തള്ളി മാറ്റി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുകയും ചെയ്യുന്നത്. അതിനിടെ നിങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കണം, ഈ കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ ഇവിടെ നീക്കുന്നതിനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം, അതിന് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് പോലീസ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ 25ഓളം പ്രവർത്തകരുമായിട്ട് കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. ഇനിയും ഈ പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെയുള്ള ആളുകളെ കൂടി കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകും. അതല്ല ഈ സമരം അവസാനിപ്പിച്ച് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് പിരിഞ്ഞു പോവുകയും ചെയ്യും. എന്തായാലും പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആദ്യഘട്ടത്തിൽ ഇത് വന്ന ഉടനെ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പക്ഷേ വീണ്ടും അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നപ്പോൾ പോലീസ് അവരെ പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ കസ്റ്റഡിയിലായ സാഹചര്യത്തിൽ മറ്റ് പ്രവർത്തകർ കൂടി ഇവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പിരിഞ്ഞു പോകണം എന്നൊരു അഭ്യർത്ഥനയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. PSC ആസ്ഥാനത്ത് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. 25ഓളം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവിടെ തുടരുന്ന പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാനാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാനായിരുന്നു പ്രവർത്തകരുടെ തീരുമാനം. ഇതിനിടയിലാണ് പോലീസിന്റെ അറസ്റ്റ്.